ജോയിൻ ചെയ്യാൻ പറഞ്ഞേ. ഓക്കെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പാർട്ട് 1ന്റെ ലോങ് വാൾസിന്റെ ഫസ്റ്റ് ഫൂട്ടിംഗ് ആണ് ചെയ്തത്. ഓക്കെ, അപ്പൊ ഞാൻ അതൊന്നുകൂടി കാണിച്ചു തരാം. ഫസ്റ്റ് ക്ലാസ് ബ്രിക്ക് വർക്കിംഗ് ഫൗണ്ടേഷൻ ആൻഡ് പ്ലിന്ത്, അതിൽ തന്നെ പാർട്ട് 1 ദാറ്റ് ഈസ് ഡ്രോയിങ് ആൻഡ് ലെഫ്റ്റ് ബെഡ്റൂം, അതിൽ തന്നെ ഫസ്റ്റ് ഫൂട്ടിംഗ് ലോങ് വാൾസിലെ ഫസ്റ്റ് ഫൂട്ടിംഗ്, അതാണ് ഇപ്പൊ നമ്മൾ കംപ്ലീറ്റ് ആക്കിയത്. ഓക്കെ, അപ്പൊ നമുക്ക് അതിന്റെ ക്വാണ്ടിറ്റി കിട്ടിയത് 2.69 ആണ് അല്ലെ. സിമിലർലി നമുക്ക് ഇനി സെക്കൻഡ് ഫൂട്ടിംഗും കൂടെ കൺസിഡർ ചെയ്യണം. ഓക്കെ, ഹിയർ ദിസ് ഈസ് ദി സെക്കൻഡ് ഫൂട്ടിംഗ്. ഓക്കെ, അവിടെ എത്രയായിരുന്നു നമ്പർ വരുന്നത്? ലോങ് വാൾസിന്റെ നമ്പർ എത്രയായിരുന്നു? ആ നമ്പറിന്റെ കോളൊക്കെ അതുപോലെ തന്നെ ഫില്ല് ചെയ്യാം കേട്ടോ. നമ്പർ എത്രയായിരുന്നു വന്നിരുന്നത്? ഓക്കെ, നമ്പർ 2 itself. ദെൻ സെക്കൻഡ് ഫൂട്ടിംഗ് കൺസിഡർ ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കേണ്ടത് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് തന്നെയാണ്. വാട്ട് ഇസ് ദ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്? 10.6 itself പ്ലസ് ഇവിടെയുള്ള ഈ ഒരു പ്രൊജക്ഷൻ ആൻഡ് റൈറ്റ് സൈഡിലുള്ള ഈ ഒരു പ്രൊജക്ഷൻ, ദാറ്റ് ഈസ് പ്ലസ് 0.5/2 പ്ലസ് 0.5/2. വാട്ട് ഈസ് ദ ആൻസർ? Okay, the answer is 11.10. What about others? Okay, what is the breadth? Okay, second footing ആണ്. Second footing ന്റെ breadth 0.5 ആണ്. What is the height? Okay, second footing ന്റെ height 0.2 ആണ്. What is the quantity? ചെയ്ത് കിട്ടിയവരൊക്കെ റിപ്ലൈ ചെയ്തേ. ഓക്കെ, ക്വാണ്ടിറ്റി ഈസ് 2.22. ഇനി ലോങ് വാൾസിന്റെ തന്നെ പ്ലിങ്ക് വാൾസ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഇവിടെ നമ്പർ എത്ര തന്നെയാണ്? പ്ലിങ്ക് വാൾ എത്ര ഉണ്ടാവും? Number is 2 itself. Then we need to find out the length. Okay. Shamjas, what will be the length? Shamjas in class le. Okay, Vismaya. Okay, എങ്ങനെയാണ് 11 കിട്ടുന്നത്? 10.6 പ്ലസ് ഇവിടെ വരുന്ന പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 0.4/2. Similarly, ഇവിടെ വരുന്ന പ്രൊജക്ഷനും 0.4/2. So 10.6 plus 0.4/2 plus 0.4/2, that is 11. What about others? Okay, 11 itself. Then what is the breadth? Breadth is 0.4. What is the height? Okay, height 0.9 ആണ് വരുന്നത്. ഇവിടെ നിങ്ങൾക്ക് ഹൈറ്റ് എടുക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ വരും. കാരണം നമ്മുടെ ഒറിജിനൽ ഇമേജിൽ ഹൈറ്റ് കാണിച്ചിരിക്കുന്നത് രണ്ടായിട്ടാണ്. ഫസ്റ്റ് ഒരു 60 സെന്റിമീറ്ററിന് കൊടുത്തിട്ടുണ്ട്. ദെൻ വീണ്ടും അതിന്റെ താഴെയായിട്ട് 30 സെന്റിമീറ്ററിനും കൊടുത്തിട്ടുണ്ട്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വന്നിരിക്കുന്നത്? ഈ 60 സെന്റിമീറ്റർ താഴെയാണ് ഗ്രൗണ്ട് ലെവൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ നമ്മുടെ പ്ലിന്ത് വാള് ഗ്രൗണ്ട് ലെവലിന് മുകളിലോട്ടും ഉണ്ടാവും. നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം, നമ്മുടെ വീടിന്റെ നമുക്ക് ഏറ്റവും ബോട്ടത്തിൽ കാണാവുന്ന നമ്മൾ കല്ലുകൊണ്ട് കെട്ടുന്ന ആ പോർഷൻ ഇല്ലേ, അത് പ്ലിന്ത് വാളാണ്. അതാ നമ്മൾ ആ കാണുന്ന പോർഷൻ മാത്രമല്ല, ഗ്രൗണ്ട് ലെവലിലോട്ടും അത് കുറച്ച് ഇറങ്ങി കിടപ്പുണ്ട്.
ഓക്കെ, അപ്പൊ ഇവിടെ ഗ്രൗണ്ട് ലെവലിന് മുകളിലുള്ള പ്ലിന്തിന്റെ പോർഷൻ ആണ് 60 സെന്റിമീറ്റർ, ഗ്രൗണ്ട് ലെവലിന് താഴെയുള്ള പ്ലിന്തിന്റെ പോർഷൻ ആണ് 30 സെന്റിമീറ്റർ. പക്ഷെ നമുക്ക് അറിയാം ഈ പ്ലിന്ത് വാള് ഗ്രൗണ്ട് ലെവലിന് മുകളിലാണെങ്കിലും താഴെയാണെങ്കിലും അത് ഉണ്ടാക്കിയിരിക്കുന്ന സെയിം മെറ്റീരിയൽ വെച്ചിട്ടാണ്. അപ്പൊ അതിന്റെ ക്വാണ്ടിറ്റി എടുക്കുമ്പോൾ ടോട്ടൽ ഹൈറ്റ് എടുത്താൽ മതി, നമുക്ക് ഡിവൈഡ് ചെയ്തെടുക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ടാണ് ഇവിടെ ഹൈറ്റ് 0.6 പ്ലസ് 0.3 ദാറ്റ് ഈസ് 0.9 ആയിട്ട് വന്നിരിക്കുന്നത്. ഓക്കെ, then what is the quantity? Okay, the quantity is 7.92. ഇതുവരെ ക്ലിയർ ആണോ? എക്സ്പ്ലനേറ്ററി നോട്ട്സ് അതുപോലെ തന്നെ എഴുതുക കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് എന്തായിരിക്കും കാണേണ്ടത്? എന്തായിരിക്കും കാണേണ്ടത്? നിങ്ങൾ തന്നെ റിപ്ലൈ ചെയ്തേ. ഫസ്റ്റ് പാർട്ടിന്റെ തന്നെ ലോങ് വേർഡ്സ് കംപ്ലീറ്റ് ആയി, ഇനി ഷോർട്ട് വേർഡ്സ് ആണ് എടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഷോർട്ട് വേർഡ്സിന് ഹെഡിങ് കൊടുക്കുക. ഷോർട്ട് വേർഡ്സിൽ തന്നെ ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫൂട്ടിങ്. ഓക്കെ, ഫസ്റ്റ് ഫൂട്ടിംഗ് എന്ന് പറയുമ്പോൾ ഈ 60 സെന്റിമീറ്ററിന്റെ ഫൂട്ടിംഗ് ആണ് വരിക. ഷോർട്ട് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാ? ഓക്കെ, 5.3. ഇനി ഷോർട്ട് വേർഡ്സ് ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പ്രൊജക്ഷൻസ് മൈനസ് ചെയ്ത് കളയാണ് വേണ്ടത്. ഈ സൈഡില് ഇത്രയും പോർഷനും റൈറ്റ് സൈഡിൽ ഇത്രയും പോർഷനും ആണ് നമുക്ക് മൈനസ് ചെയ്ത് കളയേണ്ടത്. സോ 5.3 മൈനസ് 0.6/2 മൈനസ് 0.6/2 അത്രയായിരിക്കും നമ്മുടെ ലെങ്ത് വരിക. ഓക്കെ, ആൻസർ ഈസ് 4.7. ഓക്കെ, അതിന് മുമ്പ് നമുക്കൊരു കോളം ഉണ്ടായിരുന്നല്ലേ നമ്പർ, എത്ര ഷോർട്ട് വേർഡ്സ് ഉണ്ട്? ഓക്കെ, അപ്പൊ അത് നിങ്ങൾ ഫില്ല് ചെയ്യാട്ടോ, അത് ഓട്ടോമാറ്റിക്കലി ഫില്ല് ചെയ്ത് വരിക. അത് ഇനി ഞാൻ പറയണ്ടല്ലോ എന്നോർത്ത് ഞാൻ പിന്നെ റിപ്പീറ്റ് ചെയ്യാതിരിക്കുന്നതാ. ഓക്കെ, നമ്പർ 3 ലെങ്ത് 4.7, ബ്രെഡ്ത്ത് എത്രയായിരിക്കും? ബ്രെഡ്ത്ത് 0.6, ഡെപ്ത് അല്ലെങ്കിൽ ഹൈറ്റ് depth or height is 0.2 and the quantity is okay, the quantity is 1.69. Okay, then we move on to the second footing. Short words ന്റെ തന്നെ സെക്കൻഡ് ഫൂട്ടിംഗ് ആണ് കൺസിഡർ ചെയ്യേണ്ടത്. ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫൂട്ടിംഗ്. ഇവിടെ നമ്പർ എത്ര തന്നെയാ? What will be the number? Okay, number is 3. Okay, then we need to find out the length. Okay, Adira, what is the length? Okay, 4.8. എങ്ങനെയാണ് 4.8 നമുക്ക് കിട്ടുന്നേ? സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 5.3. നമുക്ക് മൈനസ് ചെയ്ത് കളയേണ്ടത് ഇവിടെ 0.5/2. സിമിലർലി ഈ ഒരു പോർഷനിലും 0.5/2, ദാറ്റ് ഈസ് 5.3 മൈനസ് 0.5 എന്ന് എടുക്കാം. നമുക്ക് കിട്ടുന്നത് 4.8. ഓക്കെ, അതിന് വാട്ട് ഈസ് ദ ബ്രെഡ്? 0.5. What is the depth? 0.2. Okay, then what will be the quantity? Reply there. What is the quantity? 3 into 4.8 into 0.5 into 0.2. Okay, 1.44. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? Okay, then we move on to the plinth wall. Okay, plinth wall എന്ന് പറയുമ്പോൾ ഇതാണ് വരുന്നത്. What will be the number of plinth wall? Number 3 തന്നെയാണ്. What will be the length?
Length equal to 5.3 minus 0.4 by 2 minus 0.4 by 2. Okay, length is Vismaya 5.2 അല്ല 4.9 ആണ് കേട്ടോ. വിസ്മയ്ക്ക് എവിടെയാ തെറ്റി? വിസ്മയ തെറ്റി മനസ്സിലായി? എന്താ തെറ്റിയെന്ന് കിട്ടിയോ? Okay, then what will be the breadth? Okay, the breadth is 0.4. What is the height? Height is 0.9. Then what will be the quantity? Okay, the quantity is 5.29. Okay, ഇതുവരെ എല്ലാവരും കംപ്ലീറ്റ് ആക്കിയോ? നിങ്ങൾക്ക് സ്പീഡ് കൂടുന്നുണ്ടോ? എഴുതിയെടുക്കാൻ സമയമില്ലാതെ വരുന്നുണ്ടോ? ഓക്കെ, ആരെങ്കിലും ഫില്ല് ചെയ്യാത്തതുണ്ടെങ്കിൽ ഇപ്പൊ ഫില്ല് ചെയ്യാം കേട്ടോ. ആൻസേഴ്സ് സ്ക്രീനിൽ ഉണ്ട്, അത് നോക്കി വേഗം ഫില്ല് ചെയ്യാം. ഏതെങ്കിലും വാല്യൂല് ഡൗട്ട് ഉണ്ടെങ്കിൽ ഇപ്പൊ ചോദിക്കാം. ഓക്കെ, എല്ലാരും കംപ്ലീറ്റ് ആക്കിയോ? കംപ്ലീറ്റ് ആക്കിയാൽ റിപ്ലൈ അയക്കുക കേട്ടോ. ഓക്കെ, കംപ്ലീറ്റ് ആയാൽ റിപ്ലൈ അയച്ചേ. ഇത്രയും ടൈം വേണോ കംപ്ലീറ്റ് ആക്കാൻ? Okay, then we move on to second part. Second part ഏതാണ്? നിങ്ങൾ തന്നെ റിപ്ലൈ ചെയ്ത സെക്കൻഡ് പാർട്ട് ബെഡ്റൂംസ് ഓൺ റൈറ്റ് സൈഡ്. അതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട് വരുന്നത്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ തന്നെ ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ലോങ് വാൾസ്. ഓക്കെ, സെക്കൻഡ് പാർട്ടിൽ ഫസ്റ്റ് വി നീഡ് ടു കൺസിഡർ ലോങ് വാൾസ്. ലോങ് വാൾസിൽ ഫസ്റ്റ് നമുക്ക് എടുക്കേണ്ടത് ഫസ്റ്റ് ഫൂട്ടിംഗ്. ഓക്കെ, ലോങ് വാൾസിൽ ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഫസ്റ്റ് ഫൂട്ടിംഗ്. ഓക്കെ, ഇനി what is the number of long words in second part? Okay, number of long words is 2. Then what will be the length of first footing? അതെങ്ങനെ കാണുക? ഇതാണ് നമ്മുടെ സെക്കൻഡ് പാർട്ട്. ഈ സെക്കൻഡ് പാർട്ടിൽ വൺ സൈഡിൽ നമ്മുടെ ഫസ്റ്റ് പാർട്ടുമായിട്ട് കോയിൻസൈഡ് ചെയ്യുന്നുണ്ട്. സോ അവിടെ നമ്മൾ മൈനസ് ചെയ്ത് കളയണം. സെക്കൻഡ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണുണ്ട്? അവിടെ വരുന്ന ഫൂട്ടിങ്ങിന്റെ ഹാഫിന്റെ വിട്ട് ആഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പൊ അതിന്റെ ആ ഒരു ക്രോസ് സെക്ഷൻ എടുക്കുകയാണെങ്കിൽ എന്താണ് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഇവിടുത്തെ? Okay, center to center distance is
9.6. ഇനി ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി നമ്മൾ കൺസിഡർ ചെയ്തിരിക്കുന്ന പോർഷൻ ആണ്. സോ ഈ ഒരു പ്രൊജക്ഷൻ നമ്മൾ മൈനസ് ചെയ്ത് കളയണം. ഓക്കെ, ആ പ്രൊജക്ഷൻ എത്രയാണ്? ആ 14ന്റെ വിഡ്ത്തിന്റെ ഹാഫ്, അതായത് -0.6/2. ഇനി റൈറ്റ് സൈഡിൽ നമുക്ക് എന്ത് ചെയ്യണം? ഈ ഒരു പ്രൊജക്ഷനെ ആഡ് ചെയ്യണം. ദാറ്റ് ഈസ് 0.6/2. ഇൻ എഫക്ട് ലെങ്ത് എത്ര തന്നെ വരും? ഓക്കെ, ഇൻ എഫക്ട് ലെങ്ത് 9.6 തന്നെയായിരിക്കും വരിക. വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത്? Breadth is 0.6. What will be the height? Okay, height is 0.2. What is the quantity? Okay, the quantity is 2.31. എല്ലാവർക്കും കിട്ടുന്നുണ്ടോ ഇത്? സിമിലർലി നമുക്ക് സെക്കൻഡ് ഫൂട്ടിങ്ങും കൺസിഡർ ചെയ്യാം. സെക്കൻഡ് ഫൂട്ടിങ്ങും കൺസിഡർ ചെയ്യുമ്പോൾ ഇതേ രീതി തന്നെയാണ് നമ്മൾ എടുക്കേണ്ടത്. എത്രയായിരിക്കും നമ്പർ വരിക? നമ്പർ 2. ലെങ്ത് എത്രയായിരിക്കും വരിക? 9.6 itself. അതായത് ഇവിടെ നമുക്ക് മൈനസ് ചെയ്യേണ്ടത് ഒരു സൈഡിൽ 0.5/2, ഒരു സൈഡിൽ ആഡ് ചെയ്യേണ്ടതും 0.5/2. സോ ഇൻ എഫക്ട് ലെങ്ത് വരുന്നത് 9.6 തന്നെ. വാട്ട് വിൽ ബി ദ ബ്രെഡ്ത്ത്? എല്ലാവരും റിപ്ലൈ ചെയ്തേ. ഓക്കെ, ബ്രെഡ്ത്ത് is 0.5. വാട്ട് വിൽ ബി ദ ഹൈറ്റ്? Height is 0.2. Then what will be the quantity? Okay, the quantity is 1.92. Okay, then we move on to plinth wall. Plinth wall number എത്രയാണ്? Number is 2. What will be the length? 9.6 minus 0.4/2 plus 0.4/2. So in effect, length is 9.6 itself. What is the breadth? Breadth is 0.4. What is the height? Height is 0.9. What is the quantity? The quantity is 6.91. Okay, എല്ലാവർക്കും ഇത് ക്ലിയർ ആയോ? ഓക്കെ, ആ വാല്യൂസ് എഴുതാത്തവര് പെട്ടെന്ന് ഫിൽ ചെയ്യുക കേട്ടോ. ആ എക്സ്പ്ലനേറ്ററി നോട്ട്സ് നിങ്ങൾ ഇതുപോലെ തന്നെ എഴുതണം. ഇല്ലെങ്കിൽ പിന്നീട് നോക്കുക നിങ്ങൾ ഒരുപാട് കൺഫ്യൂസ്ഡ് ആവും. ഓക്കെ, ഇനി നമുക്ക് ഷോർട്ട് വാൾസ് എടുക്കാം. ഇപ്പൊ നമ്മൾ ലോങ് വാൾസ് ആണ് എടുത്തത്. ഷോർട്ട് വാൾസ് എടുക്കുക. ഷോർട്ട് വാൾസിൽ ഫസ്റ്റ് തന്നെ ഫസ്റ്റ് ഫൂട്ടിങ് കൺസിഡർ ചെയ്യാം. ഓക്കെ, ഷോർട്ട് വാളിൽ ഫസ്റ്റ് വരുന്നത് ഫസ്റ്റ് ഫൂട്ടിങ്. വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ഫസ്റ്റ് ഫൂട്ടിങ്? ഓക്കെ, നമ്പർ ഈസ് 2. പാർട്ട് 2 ആണ്. പാർട്ട് 2 നമ്മൾ നോർമലി നോക്കുമ്പോൾ 3 ഷോർട്ട് വാൾസ് വരുന്നുണ്ട്. പക്ഷേ ഒരു ഷോർട്ട് വാൾ പാർട്ട് 7 എടുത്തേക്കുന്നതുകൊണ്ട് അത് നമ്മൾ അവോയ്ഡ് ചെയ്തു. Then number of short walls will be only 2. Then what will be the length? ഷോർട്ട് വാൾസ് ആണ്. രണ്ട് സൈഡിലും നമുക്ക് മൈനസ് ചെയ്ത് കളയാണ് വേണ്ടത്. ഫസ്റ്റ് നമുക്ക് സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് കൺസിഡർ ചെയ്യാം. എത്ര സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ്? 4.8 ആണ്. ഈ 4.8 നിന്ന് ഈ ഒരു പ്രൊജക്ഷനും അതുപോലെ ഈ ഒരു പ്രൊജക്ഷനും നമ്മൾ മൈനസ് ചെയ്ത് കളയണം. ദാറ്റ് ഈസ് 4.8 minus 0.6/2 minus 0.6/2. Okay, then what is the answer? What is the length? Okay, 4.2. What is the width?
Width is 0.6. What is the height? Okay, height is 0.2. What is the quantity? Okay, quantity is 1.01. നിങ്ങൾക്ക് എഴുതാനുള്ള ടൈം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ടോടോ? റിപ്ലൈ അയച്ചേ. സ്പീഡ് ആവുന്നില്ലല്ലോ അല്ലേ? ഓക്കെ. Then second footing consider ചെയ്യാം. Second footing consider ചെയ്യുമ്പോഴും center to center distance, that is 4.8 minus 0.5 by 2 minus 0.5 by 2. What is the length? Length is 4.3. അതിന് മുമ്പ് നമ്പർ ഉണ്ടായിരുന്നു. വിസ്മയ എന്താണ് 4.1 ആയത്? എവിടെ തെറ്റിയ വിസ്മയ്ക്ക്? ഓക്കെ, സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് മാറിയിട്ടുണ്ടാവും. 4.8 ആണ് കേട്ടോ എടുക്കേണ്ടത്. Center to center distance 4.8 ആണ്. So 4.8 minus 0.45 by 2 minus 0.5 by 2. So we get the answer is 4.3. Number 2 ആണ്. Then what is the breadth? Breadth is 0.5. What is the height? Height is 0.2. What is the quantity? Okay, the quantity is 0.86. ഇതൊക്കെ മീറ്റർ ക്യൂബിലാണ് കേട്ടോ. So the quantity is 0.86 meter cube. The next is plinth wall above footing. Okay, അതായത് നമ്മുടെ plinth wall ആണ് എടുക്കേണ്ടത്. What is the number of plinth walls? Okay, number is 2. What is the length? Length is 4.8 minus 0.4 by 2 plus, sorry, minus 0.4 by 2 minus 0.4 by 2, that is the 4.4. Okay, what is the breadth? Okay, breadth is 0.4. What is the height? Okay, the height is 0.9. Then what will be the quantity? Okay, the quantity is 3.17 meter cube. Okay, എല്ലാവരും അത് എഴുതിയെടുക്കാം കേട്ടോ. Okay, then we move on to front veranda. That is our part 3. In front veranda, first we need to consider the front long wall. Okay, front long wall തന്നെ ഫസ്റ്റ് നമുക്ക് നോക്കേണ്ടത് ഫൂട്ടിംഗ് ആണ്. ഓക്കെ, ഈ ഫ്രണ്ട് വരാന്ത എടുക്കുമ്പോൾ നമ്മുടെ ഫൂട്ടിങ്ങിൽ വ്യത്യാസമുണ്ട്. അവിടെ ഫസ്റ്റ് ഫൂട്ടിംഗ്, സെക്കൻഡ് ഫൂട്ടിംഗ്, പ്ലിന്ത് വാൾ അങ്ങനെയില്ല. Here there is only one footing and one plinth wall.
ഇതാണ് വരാന്തേന്റെ ഫൂട്ടിങ്ങിന്റെ ക്രോസ് സെക്ഷൻ വരുന്നത്. ഇതിൽ നമുക്ക് ആകെ വരുന്നത് എന്താണ്? ഒരു ഫൂട്ടിങ്ങും അതിന് മുകളിൽ ഒരു പ്ലിന്ത് വാളും മാത്രമാണ്. സോ ഫസ്റ്റ് വി നീഡ് ടു കൺസിഡർ ലോങ് വാളിൽ തന്നെ ഫൂട്ടിങ്. നിങ്ങൾ ലോങ് വാളിൽ ഫൂട്ടിങ് ചെയ്ത സ്ലൈഡിൽ ഫ്രണ്ട് ലോങ് വാൾ എഴുതിട്ട് താഴെ ഫൂട്ടിങ് ഒരു കുഞ്ഞു ഹെഡിങ് കൊടുത്തിട്ടില്ല. അത് നിങ്ങൾ എഴുതുമ്പോൾ അങ്ങനെ തന്നെ എഴുതുക. ഫ്രണ്ട് വരാന്ത, ഫ്രണ്ട് ലോങ് വാൾ, ഫൂട്ടിങ്. ഓക്കെ, ഹൗ മെനി നമ്പർ ഓഫ് ഫൂട്ടിങ് അത്? നമ്പർ എത്ര വരും? ഫ്രണ്ട് വരാന്തയാണ്, ലോങ് വാൾ ആണ്. എത്രയ്ക്ക് നമ്പർ? ഓക്കെ, നമ്പർ ഈസ് 1 each. Then we need to find out the length. ഇവിടെയും ലെങ്ത് നോക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യണം? ലെവൽസ് നോക്കിയിട്ട് വേണം എടുക്കാൻ. ഓക്കെ, അപ്പം ഇതാ ഒരു ഫ്രണ്ട് വരാന്തേന്റെ ക്രോസ് സെക്ഷൻ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, അവിടുത്തെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? ഫ്രണ്ട് വരാന്തേന്റെ ലോങ് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് ഓക്കെ 9.65. ഓക്കെ, ലോങ് വാൾസ് ആണ്. സോ നമുക്ക് പ്രൊജക്ഷൻസ് ആഡ് ചെയ്തെടുക്കേണ്ടതുണ്ട്. ഇവിടെ എത്രയായിരിക്കും നമുക്ക് പ്രൊജക്ഷൻ ആഡ് ചെയ്യേണ്ടത്? റൈറ്റ് സൈഡില് റോസ് ലൈനിൽ കാണിച്ചിരിക്കുന്ന ലെങ്ത് എത്രയായിരിക്കും? ഓക്കെ, ആഡ് ചെയ്യേണ്ട ഡിസ്റ്റൻസ് 0.4/2. ഇനി ലെഫ്റ്റ് സൈഡിൽ ഓൾറെഡി നമ്മൾ പാർട്ട് 1ന്റെ കൂടി കൺസിഡർ ചെയ്ത് പോയിരിക്കുന്നതാണ്. സോ അവിടെ പ്രൊജക്ഷൻസ് നമുക്ക് മൈനസ് ചെയ്യാണ് വേണ്ടത്. പക്ഷേ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ലെവൽ നോക്കാം. ഓക്കെ, എങ്ങനെയാ ലെവൽ നോക്കുക? ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര മീറ്റർ താഴെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ലെയറിന്റെ ബോട്ടം വരിക എന്ന് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മുടെ ഗ്രൗണ്ട് ലെവല്. ഗ്രൗണ്ട് ലെവലിൽ നിന്ന് എത്ര മീറ്റർ താഴെയാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ആ ഒരു സെക്ഷൻ വരുന്നത്? ഓക്കെ, സഹല 0.2 അല്ല 0.3 ആണ്. ഇവിടെ നോക്കി ഒരു 10 സെന്റിമീറ്റർ വരുന്നുണ്ട്. അതേ പ്ലസ് 20 ആണ്. നിങ്ങൾ കൺസിഡർ ചെയ്യുന്ന ലെയറിന്റെ ബോട്ടം ആണ് കേട്ടോ എടുക്കേണ്ടത്. ബോട്ടം എന്ന് പറയുമ്പോൾ ഇതാ ആ ഒരു ഗ്രീൻ ലൈനിൽ ഇൻഡിക്കേറ്റ് ചെയ്ത ആ ഒരു പൊസിഷൻ. ഓക്കെ, അത് ഗ്രൗണ്ട് ലെവലിൽ നിന്നും 0.3 ആണ് വരുന്നത്. ഓക്കെ, ഇനി സിമിലർ ആയിട്ട് നമ്മുടെ ലാർജ് ഫൗണ്ടേഷനും 0.3 ഡെപ്തിൽ വരുന്ന ലെയർ ഏതാണെന്ന് നോക്കുക. അത് ഏത് ലെയറാ വരുന്നത്? നിങ്ങൾ തന്നെ നോക്കിയിട്ട് പറഞ്ഞേ, ഏത് ലെയറാ വരിക? അവിടെ കോൺസൈഡ് ചെയ്യുന്നത് ഏത് ലെയറുമായിട്ടായിരിക്കും? ഈ ലെയറുമായിട്ടാണല്ലേ? അതായത് നമ്മുടെ പ്ലിന്ത് വാളുമായിട്ടാണ് കോൺസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അവിടെ നമ്മൾ മൈനസ് ചെയ്ത് കളയേണ്ട പ്രൊജക്ഷൻ എത്രയാണ്? ഇത്രയും പോർഷൻ മാത്രം നമ്മൾ മൈനസ് ചെയ്ത് കളഞ്ഞാൽ മതി. ഓക്കെ, സോ ലെങ്ത് എന്ന് പറയുന്നത് 9.65 പ്ലസ് 0.4/2 മൈനസ് 0.4/2. ഓക്കെ, that is the answer. In effect 9.65 തന്നെ വരും. സഹല 0.5 അല്ല കേട്ടോ, 0.5 അല്ല വരുന്നത്. കാരണം നമുക്ക് ഈ ഒരു പോർഷന്റെ ബോട്ടം ആണ് എടുത്തിരിക്കുന്നത്. ആ ബോട്ടം വന്ന് കോയിൻസൈഡ് ചെയ്യുന്നത് നമ്മുടെ ഈ 40 സെന്റിമീറ്റർ റൂട്ടാണ്. ഓക്കെ, അത് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. 0.5 വന്ന് കയറുന്നത് 0.4 വന്ന് കയറുന്നത് നമുക്ക് കൺഫ്യൂഷൻ വരാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ഇവിടെ ശ്രദ്ധിക്കുക, നമ്മൾ ബോട്ടം പോർഷൻ ആണ് എടുത്തിരിക്കുന്നത്. ആ ബോട്ടം പോർഷൻ വന്ന് ചേരുന്നത് എവിടെയാണ്? ഈ പ്ലിന്ത് വാളിന്റെ ബോട്ടത്തിൽ തന്നെയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു കോൺസെപ്റ്റ് ലെവൽ നോക്കി എടുക്കേണ്ടത് ക്ലിയർ ആയല്ലോ അല്ലെ? Then what will be the breadth? Okay, breadth is 0.4. What is the height? Height is 0.2. Then what will be the quantity? Quantity is 0.77. Okay, എല്ലാവർക്കും കിട്ടുന്നുണ്ടോ? കിട്ടുന്നവരൊക്കെ ഒന്ന് റിപ്ലൈ ചെയ്തേ. ഓക്കെ, ദെൻ നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് എന്താണ്? പ്ലിന്ത് വാളാണ്. ഓക്കെ, പ്ലിന്ത് വാൾ എന്ന് പറയുമ്പോൾ ദാ ഈ ഒരു വാളാണ് എടുക്കേണ്ടത്. അവിടെ നമ്പർ എത്രയാണ് വരുന്നത്? നമ്പർ 1. നമുക്ക് ലെങ്ത് കാണണം. ലെങ്ത് എന്ന് പറയുമ്പോൾ അവിടുത്തെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 9.65 പ്ലസ് ഈ ഒരു പ്രൊജക്ഷൻ. ആ ഒരു പ്രൊജക്ഷൻ എന്ന് പറയുന്നത് അവിടെ എത്രയായിരിക്കും പ്രൊജക്ഷൻ വരിക? സ്മോൾ പ്രൊജക്ഷൻ എത്രയാണ്?
അത് 0.3 ആണ്. സോ അവിടുത്തെ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് 0.3/2 മൈനസ്, ഇനി നമുക്ക് എന്ത് ചെയ്യണം, ഇവിടുത്തെ ലെവൽ നോക്കണം. ഓക്കെ, അപ്പൊ നമ്മുടെ പ്ലിന്ത് വാളിന്റെ ബോട്ടം പോർഷൻ റെസ്റ്റ് ചെയ്യുന്നത് എത്ര മീറ്റർ താഴെയാണ്? ഗ്രൗണ്ട് ലെവലിനേക്കാൾ എത്ര മീറ്റർ താഴെയാണ് പ്ലിന്ത് വാളിന്റെ ബോട്ടം പോർഷൻ റെസ്റ്റ് ചെയ്യുന്നത്? ഓക്കെ, 0.1. അതുപോലെ ഗ്രൗണ്ട് ലെവലിന് 0.1 മീറ്റർ താഴെ ലാർജർ ഫൗണ്ടേഷന്റെ ഏത് ലെയർ ആണുള്ളത്? ഇതാണ് ഗ്രൗണ്ട് ലെവല്. അതിന്റെ 0.1 താഴെ ഏത് തന്നെയാ വരുന്നത്? 0.4, അതായത് നമ്മുടെ പ്ലിന്ത് വാള് തന്നെയാണ് വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ മൈനസ് ചെയ്ത് കളയുമ്പോൾ ആ പ്ലിന്ത് വാളിന്റെ ബ്രെഡത്തിന്റെ ഹാഫ് ആണ് മൈനസ് ചെയ്യേണ്ടത്. സോ -0.4/2. ഓക്കെ, 9.65 പ്ലസ് 0.3/2, റൈറ്റ് സൈഡിലുള്ള പ്രൊജക്ഷൻ -0.4/2. Okay, what will be the length? Okay, length is 9.6. Breadth is 0.3. Height? Height എത്ര വരും നോക്കിയിട്ട് പറഞ്ഞേ, ആ ഫിഗർ നോക്കിയിട്ട് തന്നെ പറഞ്ഞേ. എല്ലാവരും റിപ്ലൈ ചെയ്തേ. What will be the height? ഓക്കെ, ഹൈറ്റ് ഈസ് 0.7. എങ്ങനെയാണ് ഹൈറ്റ് 0.7 കിട്ടിയത്? ഗ്രൗണ്ട് ലെവലിന് താഴെ 0.1 മീറ്റർ ഉണ്ട്, ഗ്രൗണ്ട് ലെവലിന് മുകളിൽ 0.6 മീറ്റർ ഉണ്ട്. സോ 0.6 പ്ലസ് 0.1 will give 0.7. Okay, then what will be the quantity? Okay, the quantity is 2.02 meter cube. Okay, എല്ലാവർക്കും ഇത് കിട്ടുന്നുണ്ടോ? ഓക്കെ, കംപ്ലീറ്റ് ചെയ്യാത്തവര് വേഗം കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് വരാന്ത എടുക്കാം. ബാക്ക് വരാന്തയിൽ ഫസ്റ്റ് നമുക്ക് വേണ്ടത് ലോങ് വാൾസ് ആണ്. ലോങ് വാൾസിന്റെ തന്നെ നമുക്ക് വേണ്ടത് ഫൂട്ടിംഗ് ആണ്. എത്രയായിരിക്കും നമ്പർ വരിക? ലോങ് വാൾസിന്റെ നമ്പർ എത്രയായിരിക്കും വരിക? ഓ സോറി, നമ്മൾ ഷോർട്ട് വാൾ കൺസിഡർ ചെയ്തിട്ടില്ല അല്ലെ. ഓക്കെ, സോറി, ബാക്ക് വരാന്തയിലേക്ക് പോകരുത്, അതിന് മുന്നേ ഷോർട്ട് വാൾ ഉണ്ട് കേട്ടോ. ഷോർട്ട് വാൾ എടുക്കുക. ഷോർട്ട് വാളിന്റെ ഫസ്റ്റ് നമുക്ക് കൺസിഡർ ചെയ്യേണ്ടത് ഫൂട്ടിംഗ് ആണ്. ഓക്കെ, ഷോർട്ട് വാളിന്റെ ഫൂട്ടിംഗ് എത്രയായിരിക്കും ഷോർട്ട് വാളിന്റെ നമ്പർ വരുന്നത്? ഓക്കെ, ഷോർട്ട് വാളിന്റെ നമ്പർ 1 ആണ്. Then we need to find out the length of short wall. എങ്ങനെയായിരിക്കും ലെങ്ത് ഓഫ് ഷോർട്ട് വാൾ കാണാ? സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ് ഷോർട്ട് വാളിന്റെ?
ഷോർട്ട് വാളിന്റെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് എത്രയാണ്? 2.25. ഓക്കെ, 2.25 മൈനസ് 0.4. ഒരു വട്ടം നിങ്ങൾക്ക് ലെവല് കിട്ടിക്കഴിഞ്ഞാല് പിന്നെയും നിങ്ങൾ ലെവല് വീണ്ടും തപ്പിയെടുക്കേണ്ട ആവശ്യമില്ല. നമുക്കറിയാം ഫസ്റ്റ് ഫൂട്ടിങ് കമ്പൈൻ ചെയ്യുന്നത് ലാർജർ ഫൂട്ടിങ്ങിന്റെ പ്ലിന്ത് വാൾ ആയിട്ടാണ്. സോ അവിടെ നമുക്ക് രണ്ട് സൈഡിലും മൈനസ് ചെയ്ത് കളയേണ്ടത് 0.4/2 തന്നെയാണ്. ഷോർട്ട് വാൾ ആണ്, ഷോർട്ട് വാൾ ആയതുകൊണ്ട് തന്നെ രണ്ട് സൈഡിലും റിഡക്ഷൻ തന്നെയായിരിക്കും വരിക, അല്ലെങ്കിൽ സബ്സ്ട്രാക്ഷൻ തന്നെയായിരിക്കും വരിക. സോ നമ്മുടെ സെന്റർ ടു സെന്റർ ഡിസ്റ്റൻസ് 2.25 മൈനസ് 0.4/2 minus 0.4/2. What is the answer? Okay, 1.85. What is the breadth? Breadth is 0.4. What is the height? Height is 0.2. What is the quantity? Okay, what about others? What is the quantity? Okay, 0.15. Similarly, നമുക്ക് പ്ലിങ്ക് വാളും കൂടെ കാണാം. ഓക്കെ, പ്ലിങ്ക് വാളിന്റെ നമ്പർ എത്രയാ വരിക? നമ്പർ 1 തന്നെ. ലെങ്ത് എത്ര വരും? 2.25. ഓക്കെ, എന്തായാലും അതിന്റെ കാൽക്കുലേഷൻ വരിക? നമുക്ക് ലെവൽ ഓൾറെഡി അറിയാം അല്ലെ? പ്ലിങ്ക് വാളിന്റെ ഒരു സൈഡിൽ മൈനസ് ചെയ്യേണ്ടത് 0.3/2, മറ്റേ സൈഡിൽ മൈനസ് ചെയ്യേണ്ടത് -0.4/2. So 2.25 minus 0.3/2 minus 0.4/2. What is the answer? എല്ലാവർക്കും എത്ര കിട്ടുന്ന റിപ്ലൈ ചെയ്തേ. Okay, 1.9. What is the breadth? Breadth is 0.3. What is the height? Okay, height 10 centimeter below ground level, 0.6 meter above ground level. So height is 0.7. What is the quantity? Okay, the quantity is 0.4. Okay, ഇത് കംപ്ലീറ്റ് ചെയ്യാനുള്ളവർ കംപ്ലീറ്റ് ചെയ്യാം കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് ബാക്ക് വരാന്തയുടെ ഉണ്ട്. ടൈം ആയല്ലേ, ബാക്കി നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ആരും ലീവ് ചെയ്യരുത്.